എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച, മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിലായിരുന്നു. നിഫ്റ്റി വന്നിട്ട് ഒരു സമയത്ത് 200 പോയിൻറ്റ് കൂടുതൽ മൈനസിലായിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ മൈനസിൽ പോയി. പക്ഷേ ലാസ്റ്റ് കുറച്ച് കവറിങ് വന്നിട്ട് നിഫ്റ്റി 0.5%, ബാങ്ക് നിഫ്റ്റി 0.5%, അടുത്ത് 0.41% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് കുറച്ച് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അപ്പോൾ തിങ്കളാഴ്ചത്തേന് നമ്മൾ 16 ഷെയറാണ് എടുത്തു വച്ചേക്കുന്നത്. ഈ 16 ഷെയറിൽ നമുക്ക് എപ്പോഴാണോ ചാൻസ് കിട്ടുന്നത് ആ സമയത്ത് എൻട്രി ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതി പുതുതായിട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. അവർക്ക് അന്നേരം അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലൊക്കെ എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നതെന്നുള്ള രീതിയുടെ വീഡിയോ ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡിങ് ചെയ്യാവൂ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഷെയറുകൾ ഏകദേശം 16 ഷെയറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ വന്നിട്ട് ഈ വീറ്റോ നല്ല ചാൻസ്, നല്ല വോളിയുള്ള ഷെയർ ആയിരുന്നു. വീറ്റോയ്ക്കകത്ത് നമുക്ക് ഈ പ്രീവിയസ് ഡേ ഹൈയോ അതാ R1, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ R1 റേഞ്ച് വന്നിട്ടായിരിക്കാം ഇത് ഇറങ്ങുന്നത്. അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 900 മുകളിൽ, അതായത് ഈ 905 മുകളിൽ പോയിട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഇറങ്ങുമോ, ഈ 905 മുകളിൽ പോയിട്ട്, അതായത് 910 or 15 ഒക്കെ പോയിട്ട് 905 താഴെ ട്രേഡ് ആകുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ സ്വാൻ എനർജി ശ്രദ്ധിക്കണം. അത് പക്ഷേ 10% ആണ്. 2 ദിവസമായിട്ട് 10% കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസങ്ങളിൽ അതിനകത്ത് സെല്ലിങ് വരും. അതായത് തിങ്കളാഴ്ച ചാൻസ് ഉണ്ട്, കിട്ടുമെന്നാണ് തോന്നുന്നത്. പ്രാവശ്യം 700 റേഞ്ചിൽ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. സ്വാൻ എനർജി 700 നമുക്ക് 700 600 റേഞ്ച്, 598.27 എൻ്റെ R2. അപ്പോൾ ആ റേഞ്ചിന് മുകളിൽ പോയിട്ട് അത് ഇറങ്ങിയാൽ, നല്ല രീതിയിൽ ഇറങ്ങിപ്പോൾ ചാൻസ് കൂടുതലാണ് ആ ഷെയറിനകത്ത്. അതുപോലെ SJVN ശ്രദ്ധിക്കുക. SJVNൻ്റെ പ്രീവിയസ് ഡേ ഹൈ, അതായത് വെള്ളിയാഴ്ചത്തെ ഹൈ 128 R1 130.55. നമുക്ക് ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R1 പ്രീവിയസ് ഡേ ഹൈയും കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ നല്ല ചാൻസ് താഴോട്ട് തരാൻ സാധ്യത കൂടുതലാണ് SJVNകത്ത്. അടുത്ത ഷെയർ നമ്മൾ നോക്കുന്നത് നവ എന്ന് പറയുന്ന ഷെയർ. നവ എന്ന് പറയുന്ന ഷെയർ 524 എൻ്റെ R1. അപ്പോൾ R1 പോയിട്ട് ഇറങ്ങും, അതല്ല പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ റെയിൽടെല്ലും ശ്രദ്ധിക്കുക. റെയിൽടെല്ലും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ R1 പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നിന്ന് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഹൈ അടിച്ച് ഓപ്പണിങ് ചിലപ്പോൾ ഒരു ഹൈ അടിച്ചിട്ട് ഈ ഇതിന് മുകളിൽ വന്നിട്ട് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പക്ഷേ ക്ലോസിങ് 350.75 ആണ്. ചില ഷെയറുകൾ നമുക്ക് ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 ഒന്നും വരാതെ തന്നെ ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഷെയറിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഈ ആവറേജ് ട്രേഡ് പ്രൈസ് മുകളിൽ പോയിട്ട് തിരിച്ച് ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് വരുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചാൻസ് ഉള്ളത് ഈ ന്യൂജൻ എന്ന് പറയുന്ന ഷെയർ നോക്കി. ആവറേജ് എത്ര, ക്ലോസിങ് 736.60, ആവറേജ് 735.94. അപ്പോൾ ഈ ഷെയറിനകത്തൊക്കെ ഇത് വന്നിട്ട് ചിലപ്പോൾ ഒരു 740 അല്ലെങ്കിൽ ചിലപ്പോൾ 750 പോയിട്ട് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. വരുമ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ താഴെ പോകണമെങ്കിൽ എൻട്രി എടുക്കുക. അതല്ല 750 കട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്, നമുക്ക് അവിടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എടുത്തിട്ട് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഈ സ്പെഷ്യൽ പെട്രോ എന്ന് പറയുന്ന ഷെയർ, ഇത് ലാസ്റ്റ് ക്യാൻഡിലിൽ ഹെവി മൂവ്മെൻറ്റ്. അപ്പോൾ അത് ചിലപ്പോൾ അത് എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ആയിരിക്കും, അതല്ല എങ്കിൽ ഷോർട്ട് ചെയ്ത ആൾക്കാർ ഷോർട്ട് കവറിങ് നടത്തിയതായിരിക്കും. അതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇത് കണ്ടില്ലേ, ലാസ്റ്റ് 5 മിനിറ്റ്സ് സ്കാനിൽ, ലാസ്റ്റ് 2 മിനിറ്റ്സ് സ്കാനിൽ നോക്കിയാലും ചിലപ്പോൾ 2 മിനിറ്റ്സ് സ്കാൻ നമുക്ക് കിട്ടില്ല. നമുക്ക് 5 മിനിറ്റ്സ് തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ നോക്കിയാൽ 593 എന്നത് ഇവിടം വരെ പോയി 653. ഇതിൻ്റെ ആക്ച്വൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇതാണ്, 655 റേഞ്ചാണ് ഇതിൻ്റെ ക്ലോസിങ്. പക്ഷേങ്കിൽ ലാസ്റ്റ് ഒരു ഹാഫ് അവർ ആവറേജാണ് നമുക്ക് ഈ 604 കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റേഞ്ച് കിട്ടി ഇറങ്ങുകയാണെങ്കിൽ നല്ലത്, ഈ ഹൈയുടെ മുകളിൽ പോയിട്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് അത്രയും ഹൈയിൽ പോയി ഇറങ്ങുമെന്ന്. അപ്പോൾ സ്പെഷ്യൽപ്പെട്ട അത് മൈനസ് കാണിക്കുന്നെങ്കിൽ അത് പ്ലസ്സിലാണ്, 650 മുകളിലാണ് അത് ക്ലോസിങ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നടന്നത്. പക്ഷേങ്കിൽ ക്ലോസിങ് നോക്കുമ്പോൾ 604 ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രൈക്കോള് ആവറേജിന് മുകളിലാണ് നല്ല ക്ലോസിങ്. ഈ റെസ്പോണ്ട് ഇൻഡസ്ട്രി ശ്രദ്ധിക്കാം. ഇത് ചിലപ്പോൾ പ്രീവിയസ് ഡേ ഹൈയോ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഈ R1 കിട്ടുന്ന ഏറ്റവും നല്ലത് നമുക്ക്. അപ്പോൾ ഒരു 3.5% വരും. ആ 308 എന്ന് പറയുമ്പോൾ 3% അടുത്ത് വരും. ഒരു 3 to 5% R1 ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതി ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. സോളാർ ഇൻഡസ്ട്രീസ് എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ, റിസ്ക് എടുക്കുന്നവർ മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഇതിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് ഇത് ഈ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. എൻട്രി എടുത്തിട്ട് നമുക്ക് ഒരു 50 രൂപയ്ക്ക് ഈസിയായിട്ട് പെട്ടെന്ന് കിട്ടും അതിനകത്ത്. അപ്പം അടുത്ത് മാറുക ഷെയറിനകത്തുനിന്ന്. പിന്നീട് റിലാക്സോയും 956 അതിൻ്റെ R1 വന്നിരിക്കുന്നത്. ഹൈ 949. ഈ റേഞ്ച് വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ 900 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ചാൻസ് ഒരു പ്രാവശ്യം എടുത്ത് നോക്കാം. പക്ഷേ ആ സമയത്ത് വന്നിരിക്കുന്ന ഹൈയിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അതല്ല എങ്കിൽ ഈ ആവറേജിന് കട്ട് ചെയ്ത് താഴെ, ഇപ്പം 887 ക്ലോസിങ് 880 ക്ലോസ് ഓപ്പണിംഗ് ഒന്ന് താഴോട്ട് തന്നെ പോവുകയാണെങ്കിൽ ആ സമയത്ത് ഈ ആവറേജിന് താഴെ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഇതിന് കൂടുതൽ റിസ്ക് ആയിരിക്കുന്നുള്ളൂ. നമുക്കെപ്പോഴും ഈ ആവറേജും ക്ലോസിങ്ങും തമ്മിൽ ഏകദേശം അടുത്തടുത്തുള്ള അതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 R2 റേഞ്ച് തരാതെ ഇറങ്ങുന്ന ഷെയറിനകത്ത്, അങ്ങനത്തെ ഷെയറിനകത്ത് നോക്കിയാൽ മതി കൂടുതലും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തിങ്കളാഴ്ചത്തെ ഷെയർസ്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നല്ല രീതിയിൽ നല്ല ചാൻസുകൾ വന്നിട്ടാണ് കുറേ ഷെയറിനകത്ത്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മൾ വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയർ. ഇതിനകത്തുനിന്ന് നിറയെ ഷെയറിനകത്തുനിന്ന് നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. എക്സിക്കോമൊക്കെ നല്ല ചാൻസ് ആയിരുന്നു. എക്സിക്കോം കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ കുറച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ കയറിപ്പോയി. നമുക്ക് എൻട്രി കിട്ടുന്നത് ഇവിടുന്നാണ്. എൻട്രി ഇവിടെ നമ്മളൊരു 235 റേഞ്ച് എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 213 വരെ വരുന്നുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ്. പിന്നെ ആ റേഞ്ചിൽ തന്നെ കിടന്ന് ട്രേഡ് വരുന്നു. ലാസ്റ്റ് ടൈം മിച്ചയായി കയറി. എന്നാലും നമുക്ക് ഇത്രയും നല്ല പ്രോഫിറ്റ് അല്ലേ. 235 213 എന്ന് പറയുമ്പോൾ ഏകദേശം 22 രൂപ പ്രോഫിറ്റ്. അത് 1.5 മണിക്കൂർ കൊണ്ട് തരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ആക്ഷൻ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിനുശേഷം തിരിച്ചിറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ 1292 റേഞ്ചിൽ എൻട്രി എടുത്താൽ 1206 ഏകദേശം 85 രൂപയ്ക്ക് എടുത്ത് നല്ല ഹെവി പ്രോഫിറ്റ് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ജെനിസിസ് പ്രീവിയസ് ഡേ ഹൈ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. നമുക്കിവിടെ 1 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 599 എൻട്രി എടുത്താൽ നമുക്ക് 577 വരെ. പിന്നെ കയറിയിട്ടില്ല, നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ ഷെയറുകളൊന്നും പിന്നീട് തിരിച്ച് കയറിയിട്ടില്ല.
പിന്നീട് ഒലക്ട്ര നമ്മൾ പറഞ്ഞ റേഞ്ച് വന്നിട്ടില്ല, താഴോട്ട് തന്നെ പോയിരുന്നു, റേഞ്ച് വരാതെ തന്നെ താഴോട്ട് പോയിരുന്നു. പിന്നീട് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഷെയർ ഡിസൈൻ എന്ന് പറഞ്ഞ ഷെയർ കണ്ടില്ലേ, അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി, R1 പോകാതെ തിരിച്ചിറങ്ങി. നമ്മൾ ഈ ഇവിടെ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ 1181 എടുത്താലേ നോക്കി 1132, 1108, 82 എടുത്താൽ ഏകദേശം 70-75 രൂപ അതിനകത്ത് നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഗോഡ്ഫ്രേ ഫിലിപ്പ് ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. ആവറേജ് ഇല്ല, ഗോഡ്ഫ്രേ ഫിലിപ്പ് ഇതിൻ്റെ ആവറേജ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അത് ആവറേജ് നല്ല രീതിയിൽ 3028, അത് ഓപ്പണിങ്ങിൽ 3082 പോയി. നമ്മൾ ചെയ്യേണ്ട 3028 താഴെ വരുമ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ നേരെ നല്ല രീതി ഇറങ്ങിപ്പോയി 2876. അപ്പോൾ ഇനിയും ഷെയറുകളുണ്ട് ഇതിനകത്ത് വേറെ ഷെയറുകൾ നമുക്ക് ചാൻസ് ആകുന്നില്ല, ഇത്രയുമേ കാണിക്കുന്നുള്ളൂ, വെറുതെ വീഡിയോ ഒത്തിരി നീട്ടണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങും. ഇനി അടുത്ത ദിവസം തരാൻ പോകുന്ന ഷെയറുകൾ ഞാൻ കാണിച്ചതുപോലെ ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചാൻസ് വരുമ്പോൾ നല്ല രീതിയിൽ നോക്കി എൻട്രി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.